അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വസതിയിൽ അതിക്രമിച്ച് കയറാൻ ശ്രമം നടന്നു. ട്രംപിൻ്റെ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള വസതിയിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച ആയുധധാരിയായ ഒരാളെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇന്നലെ പുലർച്ചെ പ്രാദേശിക സമയം 1:30 ഈ സംഭവം നടക്കുന്നത്. ട്രംപിൻ്റെ ഫ്ലോറിഡയിലെ മാറേലാഗോ എസ്റ്റേറ്റിലെ വസതിയിലേക്കാണ് തോക്കുധാരിയായ ഈ യുവാവ് അതിക്രമിച്ച് കയറിയത്. ഇയാളുടെ കയ്യിൽ നിന്നും ഷോട്ട് ഗണ്ണും ഇന്ധനം നിറച്ച ക്യാനും കണ്ടെത്തിയതായി സൂചനയുണ്ട്. സാധാരണയായി വീക്കെൻഡുകളിൽ ഡൊണാൾഡ് ട്രംപ് ഇവിടെ എത്താറുണ്ട്. എന്നാൽ ഈ വെടിവെപ്പുണ്ടായപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വെടിവെപ്പ് നടക്കുമ്പോൾ ട്രംപും ഭാര്യ മെലാനിയയും വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിലായിരുന്നു. മരിച്ചയാൾക്ക് 20 വയസ്സിന് മുകളിലാണ് പ്രായമെന്നും സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. അനുമതിയില്ലാതെയാണ് യുവാവ് അകത്തേക്ക് കടന്നത്. സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥരും പാം ബീച്ച് കൗണ്ടി ഷെരീഫ് ഓഫീസിലെ ഡെപ്യൂട്ടിയും ചേർന്നാണ് ഇയാളെ വെടിവെച്ചതെന്നും പ്രസ്താവനയിൽ പറയുന്നു. സംഭവത്തിൽ വേറെ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ അക്രമിയുടെ പേരുവിവരങ്ങൾ തൽക്കാലം പുറത്തുവിട്ടിട്ടില്ല. അടുത്ത ബന്ധുക്കളെ അറിയിക്കുന്നതുവരെ വ്യക്തിയുടെ പേരുവിവരങ്ങൾ പുറത്തു വിടില്ലെന്ന് സീക്രട്ട് സർവീസ് അറിയിച്ചിട്ടുണ്ട്. ഈ വെടിവെപ്പിൽ FBI, US സീക്രട്ട് സർവീസ്, പാം ബീച്ച് കൗണ്ടി ഷെരീഫ് ഓഫീസ് എന്നിവ സംയുക്തമായി അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറയുന്നു. ഡൊണാൾഡ് ട്രംപും കുടുംബവും സുരക്ഷിതരാണെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. താൻ പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം കുടുംബവും നിലവിൽ സുരക്ഷിതരാണ്. അവർക്ക് വീണ്ടും ഇത്തരം ശ്രമങ്ങൾ സഹിക്കേണ്ടി വരരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അക്രമിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഡൊണാൾഡ് ട്രംപിനെതിരെ നേരത്തെയും വധശ്രമങ്ങൾ നടന്നിരുന്നു. 2024 ആദ്യ സംഭവം. അന്നേ രക്ഷപ്പെടാൻ ശ്രമിച്ച റയാൻ റൂത്ത് എന്നയാളെ സീക്രട്ട് സർവീസ് ഉടനെ പിടികൂടി. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ റൂത്തിനെ ഫെബ്രുവരിയിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന റാലിയിൽ സംസാരിക്കുമ്പോഴും ട്രംപിന് നേരെ ആക്രമണമുണ്ടായി. 20 വയസ്സുകാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്നയാളാണ് വെടിവെച്ചത്. ട്രംപിൻ്റെ ചെവിക്കാണ് അന്ന് വെടിയേറ്റത്. അന്ന് സംഭവത്തിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം അമേരിക്കയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കിഴക്കൻ തീരത്ത് ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. അതിശൈത്യത്തിൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, നിരവധി അയൽ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഒന്നിലധികം വിമാന കമ്പനികൾ 3300-ൽ വിമാനങ്ങൾ പെട്ടെന്ന് റദ്ദാക്കുകയും തിങ്കളാഴ്ചത്തേക്കുള്ള 4800-ലധികം വിമാനങ്ങൾ മുൻകൂട്ടി റദ്ദാക്കുകയും ചെയ്തിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയും കാറ്റും കാരണം ഹിമപാത മേഖലയിൽ ഉടനീളമുള്ള വിമാനത്താവളങ്ങൾ പ്രവർത്തനം നിർത്തിവച്ചതിനാൽ 5000-ലധികം ഫ്ലൈറ്റുകൾ കാലതാമസം നേരിടുകയും ചെയ്തു. കൊടുങ്കാറ്റ് ഇതിനകം തന്നെ ഗതാഗതത്തെയും ദൈനംദിന ജീവിതത്തെയും താറുമാറാക്കിയിട്ടുണ്ട്. അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ബ്രോഡ്വേ ഷോകളെല്ലാം റദ്ദാക്കി. ഡെലിവറികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വാഷിംഗ്ടണിലെ ആർലിംഗ്ടൺ നാഷണൽ സെമിത്തേരി പോലുള്ള പ്രധാന സ്ഥലങ്ങൾ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് അടച്ചിടുകയും ചെയ്തു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വർഷങ്ങളായി കണ്ട ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ കനത്ത മഞ്ഞുവീഴ്ചയും വിനാശകരമായ കാറ്റും ഉണ്ടാകുമെന്നും മരങ്ങൾ ഒടിഞ്ഞു വീഴാനും ദിവസങ്ങളോളം വൈദ്യുതി തടസ്സപ്പെടാനും റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാകാനും സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.